ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് അധ്യായം 7 ആണ്, ഫെഡറലിസം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനൊന്നും തോന്നരുത്. നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സ്പീഡിൽ വേറൊന്നും പറയാതെ പറഞ്ഞു പോകുന്നത്. സ്പീഡ് കൂടുതൽ തോന്നുകയാണെങ്കിൽ നിങ്ങളത് യൂട്യൂബിൽ തന്നെ സെറ്റിങ്സിൽ സ്പീഡ് കുറച്ചിട്ട് കേട്ടാൽ മതി. അല്ല റിവിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഈ സ്പീഡിൽ തന്നെ കേൾക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലും അതിൽ കണ്ടൻറ്റും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അതെനിക്കൊരു പ്രചോദനമാവും കൂടുതൽ വീഡിയോസ് കൂടുതൽ നന്നായിട്ട് ചെയ്യാനായിട്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫെഡറലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം സംസ്ഥാനത്തിനും കേന്ദ്രത്തിനായിരിക്കും. അധികാരം ഈക്വൽ ടു സംസ്ഥാനം പ്ലസ് കേന്ദ്രം. ഇതിന് ഫെഡറലിസത്തിന് മെയിനായിട്ട് ഉള്ള ആവശ്യമുള്ളത് ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഇതിന് അധികാരം സംസ്ഥാനം കേന്ദ്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംയുക്ത ഗവൺമെൻറ്റാണ് ഉണ്ടായിരിക്കുക. പ്രാദേശിക ഗവൺമെൻറ് പ്ലസ് കേന്ദ്ര ഗവൺമെൻറ്. വേറൊരു ടൈപ്പാണ് യൂണിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം കേന്ദ്രത്തിന് മാത്രമായിരിക്കും യൂണിറ്ററി ഗവൺമെൻറ്റിൽ. യൂണിറ്ററിക്ക് എക്സാമ്പിളാണ് ബ്രിട്ടൻ, ചൈന. ഫെഡറലിസം ഉള്ള കൺട്രീസിന് എക്സാമ്പിൾ ഇന്ത്യ, അമേരിക്ക, കാനഡ. ഇതൊക്കെ ഫെഡറലിസത്തിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 6 ആശയങ്ങളാണുള്ളത്. 1 ദ്വിഭരണ സംവിധാനം, 2 ഭരണഘടനാപരമായ അധികാരം, 3 എഴുതപ്പെട്ട ഒരു ഭരണഘടന, 4 ഭരണഘടനയുടെ പരമാധികാരം, 5 സ്വതന്ത്ര ജുഡീഷ്യറി, 6 2 തരത്തിലുള്ള സത്വങ്ങളും വിധേയത്വങ്ങളും. ഇന്ത്യക്ക് ഏക പൗരത്വമാണുള്ളത്. ഫെഡറലിസം ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറലിസം എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അധികാര വിഭജനം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും. യൂണിയൻ ലിസ്റ്റാണ് കേന്ദ്രത്തിൻ്റെ അധികാരങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെ അധികാരങ്ങൾ ഉണ്ട് എന്നുള്ളത്. സംസ്ഥാനത്തിന് സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ട്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 പേർക്കും അധികാരമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് പ്രതിരോധം, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, റെയിൽവേ, കമ്പി, തപാൽ, വ്യോമപഥങ്ങൾ, തുറമുഖം, വിദേശ വ്യാപാരം, ആദായ നികുതി ഇതൊക്കെയാണ്. കറൻസി, നാണയം, ഇതൊക്കെ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. കറൻസി, നാണയത്തിൻ്റെ നിയമനിർമ്മാണങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റാണ് ചെയ്യണേ. സംസ്ഥാന ലിസ്റ്റിലാണെങ്കിൽ കൃഷി, പോലീസ്, ജയിൽ, പ്രാദേശിക ഗവൺമെൻറ്, പൊതുജനാരോഗ്യം, മദ്യനിയന്ത്രണം, ഭൂമിയിലുള്ള അധികാരങ്ങൾ, വ്യാപാരവും വാണിജ്യവും, മൃഗസംരക്ഷണം, സംസ്ഥാന പബ്ലിക് സർവീസുകൾ. സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് നിയമനിർമ്മാണം നടത്തുന്നത് ഇവിടെ. കൺകറൻറ്റ് ലിസ്റ്റിലാണെങ്കിൽ മെയിനായിട്ട് വിദ്യാഭ്യാസം, എപ്പോഴും ചോദിക്കണത് എക്സാമിന്. കൃഷിഭൂമി ഒഴികെയുള്ള സ്വത്തുക്കളുടെ കൈമാറ്റം, വനങ്ങൾ, തൊഴിൽ സംഘടനകൾ, മായം ചേർക്കൽ, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും, ഈ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് കൺകറൻറ്റ് ലിസ്റ്റ് ആയതുകൊണ്ട് കേന്ദ്രം പ്ലസ് സ്റ്റേറ്റ് ആണ്. അവശിഷ്ടാധികാര പിന്നെ വരുന്നത് റെസിഡ്വറി പവേഴ്സ് എന്ന് പറയും. അതിൽ യൂണിയൻ പ്ലസ് സ്റ്റേറ്റ് പ്ലസ് കൺകറൻറ്റ് 3ലും വരാത്ത അധികാരങ്ങളാണ്. അപ്പോൾ എക്സാമ്പിൾ സൈബർ നിയമങ്ങൾ, അതായത് 3ലും വരാതെ അവശിഷ്ടമായിട്ട് കിടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് റെസിഡ്വറി പവേഴ്സിലുള്ളത്, അഥവാ അവശിഷ്ടാധികാരത്തിലുള്ളത്. എക്സാമ്പിൾ സൈബർ നിയമം. ഈ വിഷയത്തിൽ നിയമനിർമ്മാണാധികാരം കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമായിരിക്കും. അവശിഷ്ടമായിട്ട് കിടക്കുന്ന സാധനങ്ങൾ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത് കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ്. സോവിയറ്റ് യൂണിയനിൽ 1989 ശേഷം തകർന്ന് നിരവധി സ്വതന്ത്ര രാഷ്ട്രങ്ങളായി മാറി. 1958 വെസ്റ്റ് ഇൻഡീസ് ഒരു ഫെഡറേഷനായി മാറി. 1962 അത് പിരിച്ചുവിട്ടു വീണ്ടും. 1973 ചിഗുരാമസ് ഉടമ്പടിയിലൂടെ ഒരു പൊതു നിയമസഭയും സുപ്രീം കോടതിയും പൊതു കമ്പോളം എന്നിവ രൂപീകരിച്ച് സ്വതന്ത്ര ദ്വീപുകളെ ഏകീകരണത്തിന് ശ്രമിച്ചു. കരീബിയൻ സമൂഹത്തിന് പൊതുവായ ഒരു കാര്യനിർവഹണ വിഭാഗമുണ്ട്. അംഗരാഷ്ട്രങ്ങളുടെ തലവന്മാരെല്ലാം ഇതിൽ അംഗങ്ങളാണ്. സോ അവർക്ക് ഒരു കൺട്രി ആയിട്ട് നിൽക്കാനും പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു കരീബിയൻ സമൂഹത്തിന്. കാരണം അവർക്കൊരു പൊതുവായ കാര്യനിർവഹണ വിഭാഗമുണ്ട്. അംഗങ്ങളുടെ രാഷ്ട്രത്തലവന്മാർ എല്ലാവരും ഇതിൽ അംഗങ്ങളുമാണ്. ഇന്ത്യക്ക് 22 മെയിൻ ലാംഗ്വേജാണ് ഉള്ളത്. 100ഓളം നാനാത്വത്തിൽ ഏകത്വം ഇന്ത്യയെ വിഭാവനം ചെയ്തത് അങ്ങനെയാണ്. ഫസ്റ്റ് ഫെഡറൽ രാഷ്ട്രീയ വ്യവസ്ഥ എന്ന അമേരിക്കൻ ഫെഡറലിസം ഡിഫറെൻറ്റ് ഫ്രം ഇന്ത്യൻ ആൻഡ് ജർമ്മൻ ഫെഡറലിസമാണിത്. ഫെഡറലിസം ഓഫ് നൈജീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ട്രസ്റ്റ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് പ്രവിശ്യ.
ടിൽ 1914 നോർത്ത് നൈജീരിയ ആൻഡ് സൗത്ത് നൈജീരിയ ബ്രിട്ടൻ്റെ 2 ഡിഫറെൻറ്റ് കോളനികളായിരുന്നു. 1950 ഇബദാൻ ഭരണഘടനാ സമ്മേളനത്തിൽ വെച്ച് നൈജീരിയൻ പൊളിറ്റീഷ്യൻസ് ആഡഡ് ടു മേക്ക് ഫെഡറൽ ഭരണഘടന. അവർ ഡിസൈഡഡ് ടു മേക്ക് ഫെഡറൽ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. പടിഞ്ഞാറൻ നൈജീരിയ കൺട്രോൾഡ് ബൈ യോറുബ വംശമായിരുന്നു, കിഴക്ക് ഇബോ വംശവും വടക്ക് ഹൗസ ഫുലാനി എന്ന് പറയുന്ന വംശം. ദേ ഫൈറ്റഡ് ടു കോൺകർ ഈച്ച് അതർ. മിലിറ്ററി റൂൾ കെയിം ദെൻ. 1960 ഭരണഘടനയ്ക്ക് അനുസരിച്ച് കേന്ദ്രത്തിനും പ്രാദേശിക ഗവൺമെൻറ്റിനും നൈജീരിയൻ പോലീസിനുമേൽ കൂട്ടായ നിയന്ത്രണം ഉണ്ടായിരുന്നു. 1970 സൈന്യത്തിൻ്റെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കിയ ഭരണഘടന ഒരു സംസ്ഥാനത്തിനും സിവിൽ പോലീസിന് നൽകിയില്ല. 1999 നൈജീരിയൻ ജനാധിപത്യം പുനഃസ്ഥാപിച്ചു. ബട്ട് സ്റ്റിൽ എണ്ണത്തർക്കം, മതഭിന്നത, കോൺഫ്ലിക്ട്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഫെഡറലിസത്തിൽ അനുച്ഛേദം 1 ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ്. 2 സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധമായിരിക്കുന്നതാണ്. വെൻ ഇന്ത്യ ഫ്രീ, ബ്രിട്ടീഷ് രൂപീകൃത പ്രവിശ്യ പ്ലസ് 500 ഭിന്നിച്ച് നിന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയ സമയത്ത് ബ്രിട്ടീഷ് രൂപീകൃത പ്രവിശ്യകളും 500 ഭിന്നിച്ച് നിന്ന നാട്ടുരാജ്യങ്ങളും. ടി കൃഷ്ണമാചാരി ഭരണഘടന ഇൻക്ലൈൻഡ് പറഞ്ഞത്, ഭരണഘടന കേന്ദ്രമായിട്ട് ഇൻക്ലൈൻഡാണ്. രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയുടെ സാമ്പത്തിക ഉത്തരവാദിത്തം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. വോളിയം 11 1955 956 പേജ് നമ്പർ 1949 നവംബർ 25 അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പും ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയും പാർലമെൻറ്റിൻ്റെ കയ്യിലാണുള്ളത്. ഗവർണർക്ക് സാധാരണ സാഹചര്യത്തിൽ പോലും സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ഒരു ബിൽ കൈവശം വെക്കുവാനോ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുവാനോ അധികാരമുണ്ട്. സോ സ്റ്റേറ്റ് നിയമനിർമ്മാണം വൈകിപ്പിക്കാനൊക്കെ പറ്റും. ബില്ലിനെ കേന്ദ്രത്തിന് ഈസി ആയിട്ട് വീറ്റോ ചെയ്യാനും പറ്റും. ചില സമയം സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യത്തിന് കേന്ദ്രത്തിന് നിയമം നിർമ്മിക്കേണ്ടി വരും. രാജ്യസഭയുടെ അംഗീകാരത്തോടെ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അനുച്ഛേദം 257(1) ഈച്ച് ഓരോ സ്റ്റേറ്റിൻ്റെയും കാര്യത്തിൽ കാര്യനിർവഹണം ചെയ്യുമ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യനിർവഹണ അധികാരം ലംഘിക്കുന്നതോ അതിനെക്കുറിച്ച് മുൻവിധിയോടെ സമീപിക്കുന്ന രീതിയിലോ ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. 73-ാം അമെൻമെൻറ്റ് വെച്ചിട്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട 29 വിഷയം 11-ാം പട്ടികയിലേക്ക് മാറ്റി. ഇത് സ്റ്റേറ്റിന് വേണമെങ്കിൽ പ്രാദേശിക ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കാം. ഭരണഘടനാ മേധാവിത്വം എന്ന് പറഞ്ഞാൽ ലിഖിത അധികാരം ഫോർ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. ദ്വിഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫെഡറലിസത്തിന് ദ്വിഭരണ സംവിധാനമുണ്ട്, അധികാര വിഭജനമുണ്ട്, ഭരണഘടനാ മേധാവിത്വമുണ്ട്, സ്വതന്ത്ര ഫെഡറൽ ജുഡീഷ്യറി ഉണ്ട്. പാർലമെൻറ്റ് ക്യാൻ ചേഞ്ച് സ്റ്റേറ്റ് നെയിം, ബോർഡർ എക്സെട്ര. അടിയന്തരാവസ്ഥയിൽ അധികാരം നിയമപരമായി കേന്ദ്രീകരിക്കുന്ന ഇറ്റ് ഈസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവറാണത്. ധനകാര്യം കേന്ദ്ര ഗവൺമെൻറ്റാണ് ഡീൽ ചെയ്യുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്രത്തിൻ്റെ പ്രതിനിധി ഗവർണറാണ്. കേന്ദ്രത്തിന് ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ അധികാരമുണ്ട്. ഇന്ത്യൻ സർവീസ് എന്ന് പറഞ്ഞാൽ IAS IPS ആണ്. സ്റ്റേറ്റിൽ പോയി കളക്ടറാകാൻ പറ്റും. IPS സ്റ്റേറ്റ് കമ്മീഷണറാവും. ദേ ആർ ഇൻ കൺട്രോൾ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ സ്റ്റേറ്റിൽ പോയി കളക്ടർ ആയാലും IPS കാരൻ സ്റ്റേറ്റിൽ കമ്മീഷണർ ആയാലും അവർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായിരിക്കും എന്നാണ് പറഞ്ഞത്. ഭരണ സംവിധാനം ആൻഡ് ജുഡീഷ്യറി കേന്ദ്രീകൃത സ്വഭാവമാണ്. ഇന്ത്യയിൽ ഏകീകൃതമാണ് ഇവ രണ്ടും. സുപ്രീം കോർട്ട് ക്യാൻ ഹാൻഡിൽ അതർ കോർട്ട്സ് ഓർ സുപ്രീം കോർട്ട് ക്യാൻ കൺട്രോൾ. 34 and 33 ആർട്ടിക്കിൾ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് പട്ടാള നിയമസമയത്ത് എടുത്ത നടപടികൾക്ക് പാർലമെൻറ്റ് സംരക്ഷണം നൽകും. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. ആസാം നിയമത്തിനെതിരെ നിരാഹാരം കിടന്നത് ഇറോം ശർമിളയാണ്. ഇന്ത്യൻ ഫെഡറൽ സമ്പ്രദായ തർക്കങ്ങൾ. മുല്ലപ്പെരിയാർ ഇഷ്യൂ കേരളം തമിഴ്നാടിനെതിരെ സുപ്രീം കോർട്ട് പോയിട്ടുണ്ട്. തെലുങ്കാന വിഷയം കേന്ദ്രം സംസ്ഥാനത്തിന് വഴങ്ങി. സ്റ്റേറ്റിന് കൂടുതൽ വരുമാന സ്രോതസ് കേന്ദ്രം ഉറപ്പുവരുത്തണം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. 1950 to 67 ഏകകക്ഷി മേധാവിത്വം ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് കോൺഗ്രസ് ആയിരുന്നു. 1967 ഓൺവാർഡ് ഇഷ്യൂസ്. ഫെഡറൽ സംവിധാനത്തിലെ സ്വയംഭരണാധികാരം സ്റ്റാർട്ടഡ്. 1990s മുന്നണി രാഷ്ട്രീയം ശക്തമായി. 50 to 60 ഫെഡറലിസത്തിനും അടിത്തറ. അത് ജവഹർലാൽ നെഹ്റു ആണ് പറയുന്നത്. ഫെഡറലിസത്തിന് സ്വയം ഭരണാധികാര ആവശ്യം. സ്റ്റേറ്റുകൾക്ക് വേണ്ടത് കൂടുതൽ അധികാരത്തിനുള്ള ആവശ്യം. സ്വതന്ത്രമായി വരുമാന സ്രോതസ്സും വിഭവങ്ങളുടെ നിയന്ത്രണത്തിനുള്ള അവകാശം. സംസ്ഥാന ഭരണം കേന്ദ്രത്തിൻ്റെ അനാവശ്യമായ നിയന്ത്രണത്തിൽ നിന്ന് വിമുക്തമാവുക. സാംസ്കാരികം ഭാഷാപരമായ. പഞ്ചാബിനെതിരെ തമിഴ്നാട് പോയത് ഒരു എക്സാമ്പിളാണ്. സാംസ്കാരികം ആൻഡ് ഭാഷാപരമായ ആവശ്യത്തിന് സ്റ്റേറ്റിൻ്റെ ആവശ്യത്തിൻ്റെ എക്സാമ്പിളാണ്.
ഫിനാൻഷ്യൽ ഓട്ടോണോമി എക്സാമ്പിൾ, അനാട്ടമി അല്ല കേട്ടോ, ഫിനാൻഷ്യൽ ഓട്ടോണോമി എക്സാമ്പിൾ 1977. അതിന് നോട്ട് എഴുതിയിട്ടാണ് വായിക്കുന്നത്, അതുകൊണ്ടാണ്. 1977 പശ്ചിമ ബംഗാൾ ഇന്ത്യ കേന്ദ്ര സംസ്ഥാന ബന്ധം പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം പുറത്തിറക്കി. തമിഴ്നാട് പഞ്ചാബ് സ്വയംഭരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട് പഞ്ചാബ് ഇവർക്കൊക്കെ സ്വന്തമായിട്ടൊരു രാജ്യമാണെന്നൊക്കെ. 1960 ഓൺവേർഡ് ഹിന്ദിക്കെതിരെ ഹിന്ദി പാർട്ടികൾ, അതായത് ഹിന്ദിയെ ഇത്രയും ഇമ്പോർട്ടൻസ് ഹിന്ദിക്ക് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. DMK, അകാലിദൾ, CPIM ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദിക്കാരോട് നെഹ്റു അന്യഭാഷയോട് സഹിഷ്ണുത കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നെഹ്റുവാണ്. ഭരണഘടനാ ലംഘനം ഉണ്ടായാൽ 356 വകുപ്പ് സംസ്ഥാന അടിയന്തരാവസ്ഥ ഗവർണർ പറഞ്ഞതനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട പ്രസിഡന്റ് ഭരണം ഏറ്റെടുക്കും. സെൻട്രൽ ഗവൺമെൻറ്റിന് അണ്ടറിലാവും അപ്പോൾ സ്റ്റേറ്റ് പാർലമെൻറ്റ് ഇത് അംഗീകരിക്കണം. സർക്കാരിയ കമ്മീഷൻ 1983 കേന്ദ്ര സംസ്ഥാന ബന്ധം പഠിച്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള കമ്മീഷനാണ്. 1987 സബ്മിറ്റഡ് റിപ്പോർട്ട്, 87 അല്ലെങ്കിൽ 88. സുപ്രീം കോടതി ജസ്റ്റിസ് റിട്ടയർഡ് RS സർക്കാരിയ അധ്യക്ഷൻ. ഇതിൻ്റെ അധ്യക്ഷനാവ് സുപ്രീം കോടതി ജസ്റ്റിസാണ്, റിട്ടയർഡ്. അത് ഇവിടെ RS സർക്കാരിയാണ് അധ്യക്ഷനായിട്ടുള്ളത്. ഇതിൻ്റെ റിസൾട്ടായിട്ട് പൊളിറ്റിക്കൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് റെക്കമെൻഡ് ചെയ്തു. ഗവർണർ നിയമനം കക്ഷി രാഷ്ട്രീയ അതീതമായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് പ്ലസ് ഭരണം 3 വർഷം വരെ നീട്ടാം പ്രസിഡന്റിന് ഭരണം. എക്സാമ്പിൾ 1959 കേരള ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടിട്ടുണ്ട്. 1959 356 പറയുന്നത് 1967 വരെ. 356 1967 റെയർലിയാണ് യൂസ് ചെയ്തത്. 1976 ശേഷം കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. 1980കളിൽ JNK, ആന്ധ്ര ഇവിടെയൊക്കെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതൊക്കെ 356 വകുപ്പ് വെച്ച് സംസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അങ്ങനെ ഭരണം പിടിച്ചെടുക്കുന്നതാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953 ഡിസംബറിൽ രൂപം കൊണ്ടു. ജസ്റ്റിസ് ഫസൽ അലി അധ്യക്ഷനായിട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. അക്കോർഡിംഗ് ടു ദിസ് റിപ്പോർട്ട് 1956 പുനഃസംഘടനാ നിയമം പാസ്ഡ്. 1960 ഗുജറാത്ത്, മഹാരാഷ്ട്ര. 1956 14 സ്റ്റേറ്റ്സ് ആൻഡ് 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഫോംഡ്. 1966 പഞ്ചാബ് ഹരിയാന സ്പ്ലിറ്റ്. ക്യാപിറ്റൽ ഇഷ്യൂ ഇപ്പോൾ രണ്ടുപേരുടെയും ക്യാപിറ്റൽ പഞ്ചാബിൻ്റെ ഹരിയാനയും ചണ്ഡീഗഡാണ്. ഭാഷാടിസ്ഥാനത്തിലാണ് ഇതൊക്കെ രൂപം കൊണ്ടേക്കുന്നത്. 1970 കഴിഞ്ഞപ്പോഴാണ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ഫോംഡ്. ഹിമാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, ത്രിപുര ഇതൊക്കെ. 1985 രാജീവ് ഗാന്ധി ടോൾഡ് ടു ഗീവ് ബാക്ക് ചണ്ഡീഗഡ് ടു പഞ്ചാബ് ബട്ട് നോട്ട് ഗിവൺ യെറ്റ്. 1990കളിൽ ബീഹാർ UP MP സ്പ്ലിറ്റഡ് ടു ജാർഖണ്ഡ്, ഉത്തരാഞ്ചൽ, ഛത്തീസ്ഗഡ് അത് ഫോം ചെയ്തു. 2014 തെലങ്കാന ഫോംഡ്. മഹാരാഷ്ട്രയിലെ വിദർഭ, UPയിലെ ഹരിതപ്രദേശ് ഒക്കെ ഇപ്പോഴും മുറവിളി കൂട്ടുന്നുണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് സ്റ്റേറ്റ് ആണെന്ന്. അന്തർ സംസ്ഥാന സംഘർഷം ത്തിന് എക്സാമ്പിളാണ് പറയുന്നത്. ബെൽഗാം നഗരത്തെ ചൊല്ലി മഹാരാഷ്ട്രയും കർണാടകയും തമ്മിൽ അതിർത്തി തർക്കം ദീർഘകാലമായി നിലനിൽക്കുന്നുണ്ട്. കേരളം തമിഴ്നാടും തമ്മിൽ മുല്ലപ്പെരിയാർ നദി തർക്കമുണ്ട്. കർണാടക തമിഴ്നാട് കാവേരി നദീജല തർക്കം. നർമ്മദാ നദി ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര നർമ്മദാ നദിക്ക് വേണ്ടി അടിയുണ്ടാക്കുന്നുണ്ട്. പ്രത്യേക വ്യവസ്ഥ നോർത്ത് ഈസ്റ്റ്, ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം. 371 പ്രകാരം ഇവിടെയുള്ള ഗോത്ര സംസ്കാര ചരിത്രം കാരണം പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട്. 370 ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രത്യേക അധികാരമുള്ളത്. 368 അമെൻമെൻറ്റ് വഴി ഇപ്പോൾ അങ്ങനത്തെ പ്രത്യേക പരിഗണനയൊന്നുമില്ല. കാശ്മീരിലെ 368 വെച്ചിട്ട് ഭരണഘടന തിരുത്താൻ പാടില്ല. സംസ്ഥാനത്തിൻ്റെ സപ്പോർട്ട് വേണം അതിനുവേണ്ടി തിരുത്താനായിട്ട്. ദേ ഹാവ് ഓൺ ഫ്ലാഗ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. JK ഗവൺമെൻറ്, ജമ്മു കാശ്മീർ ഗവൺമെൻറ് അംഗീകരിച്ച 2 പ്രസിഡൻഷ്യൽ ഉത്തരവ് വഴി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റ് മോസ്റ്റ് ജമ്മു ആൻഡ് കാശ്മീരിന് ബാധകമാണ്. ആഭ്യന്തര ഇഷ്യൂ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ JNK ഗവൺമെൻറ് സമ്മതിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352, സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 350.
356 ആൻഡ് 365. ഫിനാൻഷ്യൽ എമർജൻസി 360. ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്പീഡിൽ വായിച്ചതുകൊണ്ടാണ് കുറച്ചൊക്കെ ഇങ്ങനെ സ്പീഡിൽ പറയുമ്പോൾ മിസ്റ്റേക്ക് വന്നത്.